നമസ്കാരം. യൂട്യൂബിൽ ചില ആളുകൾ നടത്തുന്ന പ്രകടനങ്ങൾ കാണുമ്പോൾ അതിലേതാണ് റിയാലിറ്റി ഏതാണ് ഡ്രാമ എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. നമ്മൾ വ്യൂവേഴ്സ് ആണ് മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആകുന്നത്. നമ്മൾ റിയാലിറ്റി ആണ് എന്ന് കരുതുന്നത് പലതും ഡ്രാമയായിരിക്കും. എന്നാൽ കുറേ കഴിയുമ്പോഴായിരിക്കും അത് ഡ്രാമയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. മിക്ക വ്ളോഗേഴ്സും അവരുടെ ഫാമിലി ഡ്രാമ യൂട്യൂബിൽ കൊണ്ടുവന്ന് തള്ളാറുണ്ട്. അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ടും വ്യൂസിന് വേണ്ടിയിട്ടും ലൈക്കിന് വേണ്ടിയിട്ടുമാണ് ഈ പരിപാടി അവർ കാണിക്കുന്നത്. വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പബ്ലിക്കിന് മുമ്പിൽ ഒരിക്കലും ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും അവർ വന്ന് ഡ്രാമ രൂപത്തിൽ യൂട്യൂബിൽ വന്ന് അവതരിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. യൂട്യൂബിൽ കാണുന്ന വീഡിയോ കണ്ട് ആരെയും വിലയിരുത്താൻ പറ്റത്തില്ല, ആരെയും വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോൾ ഒരിടയ്ക്ക് ഫാമിലികൾ തമ്മിലുള്ള വഴക്കായിരുന്നു ഫാമിലി ഡ്രാമയായിട്ട് അവതരിപ്പിക്കുന്നത്. അച്ഛനും അമ്മയും അനിയത്തിയും സഹോദരങ്ങളും തമ്മിലുള്ള വഴക്കായിരുന്നു ഫാമിലി ഡ്രാമ എന്ന രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഡിവോഴ്സ് എന്ന് പറയുന്ന കാര്യത്തിന് നല്ല രീതിയിലുള്ള പബ്ലിസിറ്റി ഉണ്ട്. ഒരിടയ്ക്ക് ഒരു ഫാമിലി വ്ളോഗേഴ്സ് ഡിവോഴ്സ്ഡ് ആയി. മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സ് എന്ന് പറയുന്ന ചാനലിലെ കുഞ്ഞാറ്റയും ഇച്ചായും. അപ്പോൾ കുഞ്ഞാറ്റ് തന്നെ അവരുടെ യൂട്യൂബിൽ വന്ന് വളരെ മാന്യമായിട്ടൊരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിലൂടെ ഞങ്ങൾ ഡിവോഴ്സ് ആയി എന്ന് അറിയിച്ചു. വേറെ കാരണങ്ങളൊന്നും പറയുന്നില്ല, പരസ്പരം പഴിചാരുന്നില്ല, ഒരു രീതിയിലുള്ള കാരണവും പറയാതെ ഡിവോഴ്സ് ആയി എന്ന് അറിയിച്ചു. പക്ഷെ വ്യൂവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു വാർത്തയായിരുന്നു. ഈ കുഞ്ഞാറ്റയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബഹുമാനമുള്ളൊരു ബ്ലോഗറാണ്. കാരണം അവരുടെ വീഡിയോ ആദ്യം മുതലേ ഞാൻ കാണുന്നതാണ്. ആ വീഡിയോസിലൊക്കെ തന്നെ വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ് കാണുന്നത്. എൻ്റെ അതേ പ്രായത്തിലുള്ളൊരു പെൺകുട്ടി അവരുടെ കുടുംബജീവിതത്തിന് വേണ്ടിയിട്ടും അവരുടെ ഫാമിലി ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും വളരെയധികം കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ നമുക്ക് അവരൊക്കെ ഒരു ഇൻസ്പിറേഷനാണ്, അവരോടൊക്കെ നമുക്ക് ബഹുമാനമാണ്. അതുകൊണ്ട് തന്നെ അവർ ഡിവോഴ്സ് ആയി എന്ന വാർത്ത കേട്ടപ്പോഴും എനിക്ക് ബഹുമാനമാണ് തോന്നിയത്. അവർക്ക് പറ്റാത്തൊരു ലൈഫിൽ നിന്ന് അവർ അഡ്ജസ്റ്റ് ചെയ്യാതെ ഇറങ്ങിപ്പോകുന്നു. അവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടും അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും കുട്ടിക്ക് വേണ്ടിയിട്ടും അവർ ഡിവോഴ്സ് ആയി. ആ രീതിയിൽ മാത്രമേ നമുക്ക് അതിനെ കാണാൻ പറ്റത്തുള്ളൂ. ആ രീതിയിൽ മാത്രം നോക്കി കണ്ടാൽ മതി. അതിനുശേഷം ജിസ്ബിയുടെ എക്സ് ഹസ്ബൻഡ് അമൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഹൈ റേഞ്ച് ഫാമിലി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതോട് കൂടിയിട്ടാണ് ഡ്രാമയുടെ ഒക്കെ ആരംഭം. അപ്പോൾ കഴിഞ്ഞ ദിവസം അമൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോ എന്ന് പറയുന്നത് അവരുടെ മകനായിട്ടുള്ള മിക്കുവിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആ വീഡിയോയിലുടനീളം മിക്കുവിനെ കണ്ടിട്ടില്ല. അങ്ങനെ ഭയങ്കര വിഷമത്തോടു കൂടിയിട്ട് ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു അച്ഛനെയാണ് ആ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മിക്കു പഠിക്കുന്ന അംഗൻവാടിയുടെ വാതിൽക്ക് പോയി നിന്നിട്ട് മിക്കു ഉണ്ടോ എന്ന് നോക്കുന്നു. മിക്കു ഇല്ല എന്ന് പറഞ്ഞ് കരയുന്നു. അത് കാണുമ്പോൾ നമുക്കൊക്കെ ഒരു വിഷമം തോന്നും. കാരണം എന്തുവാണെങ്കിലും അയാളൊരു അച്ഛനല്ലേ, തെറ്റ് ചെയ്തെങ്കിലും അയാളൊരു അച്ഛനല്ലേ എന്നൊരു തോന്നൽ നമ്മളുടെ ഉള്ളിൽ വരും. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ഞാൻ പറഞ്ഞു, ഡിവോഴ്സ് ആയതിനു ശേഷവും ഏറ്റവും കൂടുതൽ സഫർ ചെയ്യാൻ പോകുന്നത് മക്കൾ തന്നെയായിരിക്കും. അച്ഛൻ്റെയും അമ്മയുടെയും ഇൻ ബിറ്റ്വീൻ ഇരുന്ന് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് മക്കളായിരിക്കും എന്ന രീതിയിലാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. ഇത്തരം വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാതെ ഇരിക്കുന്നതാണ് നല്ലത് എന്ന രീതിയിലായിരുന്നു ഞാൻ ആ വീഡിയോ ഇട്ടത്. അതിനകത്ത് ഞാൻ രണ്ടുപേരെയും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തു. അതിനൊരു കാര്യമുണ്ട്. അത് ആദ്യം ഡ്രാമയാണ് എന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. പലരുടെയും വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അത് ഡ്രാമയാണോ റിയാലിറ്റി ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഞാൻ ആ വീഡിയോ ഇട്ട് മണിക്കൂറുകൾക്കകം തന്നെ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. അതിനൊരു കാരണമുണ്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അമൽ യൂട്യൂബിലിട്ടൊരു പോസ്റ്റ് കാണാൻ ഞാൻ ഇടയായി. ഇതാണ് പോസ്റ്റ്. ഇതിനകത്ത് കുട്ടിയുടെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. കുട്ടിയും അമലും തമ്മിൽ നിൽക്കുന്ന ഫോട്ടോസ് 2-3 ഇട്ടിട്ടാണ് ഈ പോസ്റ്റ് ഇട്ടേക്കുന്നത്. വളരെയധികം ഹൃദയഭേദകമായിട്ടുള്ളൊരു ക്യാപ്ഷൻ. അതായത് മിക്കുവിനോട് പറയുവാണ്, മിക്കുവിൻ്റെ അടുത്ത് ഞാൻ ഇല്ലെങ്കിലും എന്നും തണലായിട്ട് മിക്കുവിന് അച്ഛൻ കൂടെ ഉണ്ടാകും എന്ന രീതിയിൽ. മിക്കു എന്ന് പറയുന്ന കുട്ടി വളരെ ചെറുതാണ്, അംഗൻവാടി പഠിക്കുന്ന പ്രായമാണ്. അപ്പോൾ ആ കുട്ടി ഇതൊരിക്കലും വായിച്ച് ഇതിനകത്തെ ഇമോഷൻ എത്രത്തോളം ഉണ്ടെന്ന് അവന് മനസ്സിലാവത്തില്ല. ചിലപ്പോൾ ഭാവിയിൽ എങ്ങാനും വായിക്കുമായിരിക്കാം. എന്നാലും ഇപ്പം തൽക്കാലം എന്തായാലും അവൻ വായിക്കത്തില്ല. പിന്നെ എന്തിനായിരിക്കും അമൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്? നാടകം തന്നെയല്ലേ. ഇതിനെ നാടകമായിട്ടല്ലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. എന്തിനു വേണ്ടിയിട്ട്? ഇവർ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം. അവരുടെ ഇടയിൽ ഇപ്പം കേസ് നടക്കുന്നുണ്ടായിരിക്കാം, കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കേസ് നടക്കുന്നുണ്ടായിരിക്കാം. അതിനിടയിൽ എന്തിനായിരിക്കണം അമൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്? ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം അതിനകത്ത് വരുന്ന മിക്ക കമന്റും അമലിനോട് സഹതാപത്തോടു കൂടിയിട്ട് വരുന്ന കമന്റാണ്. പിന്നെ വേറെ ചിലർ പറയുന്നു ആ കുട്ടിക്ക് വേണ്ടിയിട്ടെങ്കിലും ഒരുമിച്ചൂടെ. ആ രീതിയിലാണ് കമന്റ്സ് മുഴുവൻ വരുന്നത്. ഇതിന് ശേഷമാണ്
കുട്ടിയെ അംഗൻവാടിയുടെ വാതിക്കൽ പോയി കാണാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള ബ്ലോഗ് അമലിട്ടത്. ആ ബ്ലോഗും കൂടി വന്നതോട് കൂടിയിട്ട് ഇത്രയും നാളും കുഞ്ഞാറ്റയെ സപ്പോർട്ട് ചെയ്ത പല ആൾക്കാരും നേരെ അങ്ങ് തിരിഞ്ഞു. കുഞ്ഞാറ്റയാണ് അഹങ്കാരി, അമൽ ഭയങ്കര പാവമായിട്ട് തോന്നുന്നു, അമലിനോട് ഭയങ്കരമായിട്ട് അങ്ങ് സഹതാപ വർഷം ചൊരിയുവാണ്. അപ്പോൾ ഒരച്ഛൻ എന്തിനായിരിക്കും സ്വന്തം കുട്ടിയുടെ പേര് വീഡിയോയിൽ വലിച്ചിട്ടത്? ഇത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അത് മാത്രമല്ല, പിന്നീടാണ് ഞാൻ ആലോചിച്ചപ്പോൾ മനസ്സിലായത് ആ കുട്ടി ചിലപ്പോൾ അംഗൻവാടിയിൽ പോകാതിരിക്കാനാണ് കൂടുതൽ സാധ്യത. നേരത്തെ അംഗൻവാടിയിൽ ആ കുട്ടി പഠിച്ചിരുന്നു എന്ന് വെച്ചിട്ട് ഇപ്പൊ പഠിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. 1-2 മാസം മുമ്പ് അവൻ അവിടെ ആയിരുന്നു പഠിച്ചിരുന്നത്. പക്ഷെ ഇപ്പോഴും അവിടെ തന്നെ പഠിക്കണമെന്നൊരു നിർബന്ധവും ഇല്ല. അപ്പൊ അവൻ അവിടെ വരാതെ ഇരിക്കാം. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 50% സാധ്യതയുണ്ട്. ആ കുട്ടി അവിടെ വരാതിരിക്കാനുള്ള സാധ്യത 50% ഉണ്ട്. അത് ഈ അമലിനും അറിയാമല്ലോ. പിന്നെ എന്തിനായിരിക്കും അങ്ങനെ ഒരു നാടകം കളിച്ചത്? ഒരേ ഒരു കാര്യമേ ഉള്ളൂ, പ്രേക്ഷകരുടെ കയ്യിൽ നിന്ന് സഹതാപം പിടിച്ചു പറ്റാനായിരിക്കണം. നമുക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞാറ്റ ഒരു ഡ്രാമയും യൂട്യൂബിൽ കാണിച്ചില്ല. യൂട്യൂബിൽ നല്ല, ഇൻസ്റ്റഗ്രാമിൽ നല്ല ഒരു ഡ്രാമയും കാണിച്ചില്ല. ആൾക്കാർ ടോക്സിക് ആയിട്ട് കമന്റ് ഇട്ടപ്പോൾ അതിനൊരു റിപ്ലൈ കൊടുത്തു എന്ന് മാത്രമാണ്. ആ റിപ്ലൈയിലൂടെ കുഞ്ഞാറ്റ പറഞ്ഞത് എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, പല രീതിയിലുള്ള ബന്ധങ്ങളും കണ്ടുപിടിച്ചു, പല രീതിയിലുള്ള പ്രശ്നങ്ങളും കണ്ടെത്തി, ആദ്യമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ ശ്രമിച്ചു, പിന്നീട് ഒട്ടും പറ്റത്തില്ല എന്നായപ്പോഴാണ്, വിശ്വാസവഞ്ചന കാണിച്ചപ്പോഴാണ് പോയത്. അവർ തമ്മിലുള്ള പ്രശ്നം എന്തു ആയിക്കോട്ടെ, അത് നമുക്ക് വലിച്ചെടുക്കേണ്ട. എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാകാം, രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകാം, ഒരുപക്ഷെ അമൽ ചതിച്ചിട്ടുണ്ടാകാം, എന്ത് തന്നെ കാരണമായിക്കോട്ടെ, അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്, അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കേണ്ട. അപ്പോൾ അത്രയും മാത്രമേ കുഞ്ഞാറ്റ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അമലിന്റെ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സഹതാപം പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള വീഡിയോസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഭയങ്കര വിഷമത്തോടു കൂടിയിട്ട് കുഞ്ഞിനെ കാണാൻ പറ്റുന്നില്ല, 1 മാസമായി കാണാതായിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്? അതാണ് എൻ്റെ സംശയം. എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ അമൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം കുഞ്ഞാറ്റ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ദിവസം അങ്ങനെ പ്രതികരണവുമായിട്ടൊന്നും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. പക്ഷേ ആ വീഡിയോയിൽ കുഞ്ഞാറ്റ പറയുന്നുണ്ട്, മാക്സിമം ശ്രമിച്ചു, പറ്റുന്നില്ല എന്ന് തോന്നി പോയി. അതിനകത്തും പറയുന്നു കേസ് കൊടുക്കട്ടെ, കുഞ്ഞിനെ കാണുമെന്നുണ്ടെങ്കിൽ കേസ് കൊടുക്കട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യമുണ്ട്, കുഞ്ഞുള്ളത് കുഞ്ഞാറ്റയുടെ വീട്ടുകാരുടെ ഒപ്പമാണ്. അപ്പോൾ ഇവർ ഡിവോഴ്സ് ആയതിനു ശേഷം, ഇതിനകത്ത് കുറേ ലീഗൽ മാറ്റേഴ്സ് ഉണ്ട്. ഇവർ ഡിവോഴ്സ് ആയതിനു ശേഷം കുഞ്ഞിനെ ഒരുപക്ഷെ കോടതി വിധിച്ചത് ജിസ്ബിയുടെ ഒപ്പം നിർത്താനായിരിക്കും, ജിസ്ബിയുടെ സംരക്ഷണയിൽ, ജിസ്ബിയുടെ മാതാപിതാക്കളുടെ സംരക്ഷണയിൽ നിർത്താനായിരിക്കും. അതുകൊണ്ടായിരിക്കും അമലിന് കാണാൻ പറ്റാത്തത്. അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ. പിന്നെ അത് പല ലീഗൽ മാറ്റേഴ്സും ഉണ്ട്. ആ ലീഗൽ മാറ്റേഴ്സ് ഒന്നും ചിന്തിക്കാതെ ഒരുപാട് ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട്. മാത്രമല്ല, വേറെ ചില ആൾക്കാർ കുഞ്ഞാറ്റയുടെ വീഡിയോയുടെ അടിയിൽ പോയി കമന്റ് ഇടുന്നത് കാണാം. കുഞ്ഞാറ്റ ഭയങ്കര ഹാപ്പി ആയിട്ട് വീഡിയോ ഇടുമ്പോൾ കണ്ടോ, അവൾക്ക് അഹങ്കാരമാണ്, അവൾ ഹാപ്പി ആകുന്നു. പിന്നെ ഹാപ്പി ആവണ്ടേ? നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഒരു ഹാപ്പി ആയിട്ടുള്ള ലൈഫിന് വേണ്ടിയിട്ടാണ്. ആരും വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. കുഞ്ഞാറ്റ എടുത്ത ഡിസിഷൻ വളരെ നല്ല ഡിസിഷൻ തന്നെയാണ്. കാരണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. പണ്ടുള്ളവരുടെ ഒരു ചിന്താഗതിയുണ്ട്, ജീവിതം എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന്. ജീവിതം ഒരിക്കലും അഡ്ജസ്റ്റ്മെന്റ് അല്ല. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. 1-2 ചാൻസ് ഒരു വ്യക്തിക്ക് കൊടുക്കാം, അതിൽ കൂടുതൽ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. നമുക്ക് എപ്പോഴും വേണ്ടത് ഹാപ്പിനെസ് ആണ്. നമ്മുടെ ഹാപ്പിനെസ്സിന് ചില ആൾക്കാർ പറ്റത്തില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, നമുക്ക് സഫർ ചെയ്യണ്ട എന്ന തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ബെറ്റർ ഡിസിഷൻ. ചില ആൾക്കാർ ചെന്ന് ഉപദേശിക്കുന്നുണ്ട്, കുട്ടിക്ക് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ഒരുമിക്കണം. എങ്ങനെ ഒരുമിക്കാൻ പറ്റും? ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരാളുടെ ഒപ്പം നമുക്കൊരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല, അവർ തമ്മിൽ എന്ത് കാരണവും ആയിക്കോട്ടെ. പിന്നെ പേഴ്സണലി ഞാനൊരു കാര്യം പറയാം, ഞാൻ വേറെ എന്തും ചിലപ്പോൾ സഹിച്ചേക്കാം. എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് ഞാൻ പറയാം. ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഞാൻ ചിലപ്പം വേറെ പലതും സഹിച്ചേക്കാം. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ചതിക്കുന്നു, എന്നെ വഞ്ചിക്കുന്നു എന്ന കാരണം വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും സഹിക്കത്തില്ല. ഒരു ചാൻസും ഞാൻ കൊടുക്കത്തില്ല. ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാവത്തില്ല. അപ്പോൾ പലരുടെയും പെർസ്പെക്റ്റീവ് പല രീതിയിലായിരിക്കും, പലരുടെയും ഹാപ്പിനെസ് പല രീതിയിലായിരിക്കും, പലരും അഡ്ജസ്റ്റ് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. പക്ഷേ ആദ്യം മുതൽ അവരുടെ വീഡിയോ കണ്ടതിൽ വെച്ചിട്ടുള്ളൊരു പരിചയം വെച്ചിട്ട് കുഞ്ഞാറ്റ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭയങ്കരമായിട്ട് വിഷമിച്ച് കരഞ്ഞ് അവർ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആദ്യം മുതലേ ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആക്കിയെടുത്തത് കുഞ്ഞാറ്റയാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നു, പല രീതിയിലുള്ള ജോലി ചെയ്തിട്ടുണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് പോകുന്നു, അതിനൊപ്പം തന്നെ പഠിക്കാൻ ശ്രമിക്കുന്നു, നേഴ്സിംഗ് പഠിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടി ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ വ്യൂവേഴ്സിന് അത് അറിയാം. പക്ഷേ ഇത്തരം ഒരു സാഹചര്യം വരുമ്പോൾ പലരും അവരെ തള്ളിപ്പറയുവാണ്. ഇവിടെ ഞാൻ രണ്ടുപേരെയും തള്ളിപ്പറയുന്നില്ല. രണ്ടുപേർക്കും അവരവരുടേതായിട്ടുള്ള പേഴ്സണൽ ലൈഫുണ്ട്. അതുമാത്രമല്ല, കുഞ്ഞാറ്റ ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം
അമൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. ആ വീഡിയോയിലുണ്ട് അമലിന്റെ യഥാർത്ഥത്തിലുള്ളൊരു മെന്റൽ സ്റ്റേറ്റ് എന്താന്നുള്ളത്. അതിനകത്ത് ഭയങ്കര ഭീഷണിപ്പെടുന്ന രീതിയിലുള്ള ഒരു അമലിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അലച്ച് വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അമൽ അതിനകത്ത് വീഡിയോ ഇടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? എന്ത് കാരണത്തിന് വേണ്ടിയിട്ടാണ്? അപ്പോൾ ദേവി അമലിനോട് എനിക്ക് പറയാനുള്ളത്, താങ്കളുടെ മകനോട് താങ്കൾക്ക് സ്നേഹമുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടിയെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഇടാതിരിക്കുക. അവൻ കൊച്ചുകുട്ടിയാണ്. എന്തിനാണ് നിങ്ങളുടെ ഡ്രാമയിലേക്ക് ആ കുട്ടിയെ വലിച്ചിടുന്നത്? ഇതുവരെ കുഞ്ഞാറ്റം കുട്ടിയെ വലിച്ചിട്ടിട്ടില്ല. അവളും വളരെ മാന്യമായിട്ട് ജീവിക്കുന്നു, അവിടെ പോയി പഠിക്കുന്നു, അവരുടെ കാര്യങ്ങൾ നോക്കുന്നു, സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നു. ആ രീതിയിൽ ഇയാൾക്ക് ശ്രമിച്ചൂടെ? പക്ഷെ ഇയാളുടെ വീഡിയോയുടെ തംബ്നെയിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ സഹതാപം എങ്ങനെ പിടിച്ചു പറ്റാം എന്ന രീതിയിലുള്ള തംബ്നെയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാനത് മൊത്തത്തിൽ നോക്കി അതിന് ശേഷം അന്നേരമാണ് എനിക്ക് മനസ്സിലായത് കുറച്ചൊക്കെ ഡ്രാമ മണക്കുന്നുണ്ട്. കുറേയൊക്കെ സഹതാപം പിടിച്ചു പറ്റാനും കുറേയൊക്കെ തൻ്റെ ഭാഗത്താണ് ന്യായമെന്ന് ഇൻഡയറക്ട്ലി സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അമൽ ശ്രമിക്കുന്നുണ്ട്. അത് ശരിക്കും മോശമാണ്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി തേച്ച് വെറുതെ എന്തിനാണ് നാണം കെടുന്നത്? മാത്രമല്ല, താങ്കൾ സ്നേഹമുള്ള അച്ഛനാണെന്നുണ്ടെങ്കിൽ ഇത്തരം പോസ്റ്റുകൾ ഒഴിവാക്കുക, ഇത്തരം നാടകങ്ങൾ ഒഴിവാക്കുക, കുട്ടിയെ വലിച്ചിട്ടുകൊണ്ടുള്ള നാടകങ്ങൾ ഒഴിവാക്കുക. അതൊരു മാന്യതയാണ്. നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന മാന്യതയാണ്.